പാലത്തായി കേസിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം കേരളം ഏറെ ചർച്ച ചെയ്തിരുന്ന ഒരു കേസായിരുന്നു പാലത്തായിലെ BJP നേതാവും അധ്യാപകനുമായ K. പത്മരാജൻ്റെ പീഡനക്കേസ്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച ഈ കേസിൽ ഇദ്ദേഹത്തെ ഒരു 3 മാസം മുമ്പാണ് തലശ്ശേരി പോക്സോ കോടതി ജീവിതകാലം മുഴുവൻ തടവിൽ ശിക്ഷിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ മാസം ആദ്യം 3 ദിവസത്തെ ഒരു അടിയന്തര എമർജൻസി ലീവ് നൽകിയിരുന്നു. പിന്നീട് ഇതിപ്പോൾ മാർച്ച് 3 വരെ നീട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പീഡന കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന പ്രതികൾക്ക് ഇത്തരം നീണ്ടൊരു പരോൾ നൽകുക നമ്മുടെ നിയമത്തിലില്ല. പക്ഷേ അത് മറികടന്നിട്ടാണ് പത്മരാജന് ഇത്തരം നീണ്ട 1 മാസത്തോളം വരുന്ന ഒരു അവധി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ പരോൾ നൽകിയിരിക്കുന്നത്. ഇതിപ്പോൾ വിവാദമായിട്ടുണ്ട്. അതേസമയം തന്നെ ഇതൊരു ജയിൽ ചട്ടങ്ങളുടെ ലംഘനമല്ലെന്നും മരണം നടക്കുമ്പോഴുള്ള ഒരു എമർജൻസി ലീവ് മാത്രമാണെന്നുള്ള വാദങ്ങളും വരുന്നുണ്ട്. അതിലേക്കാണ് അജിംസ്. ഈ ജയിൽ ചട്ടങ്ങളുടെ ലംഘനമല്ല എന്നും സാധാരണഗതിയിൽ എമർജൻസി ലീവ് കൊടുക്കാറുണ്ടെന്നും പറയുന്നത് ഇതൊരു പരോളായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഈ വാർത്ത വന്നതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? രസകരമായ കാര്യം, അങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായ BJP-കാരല്ല എന്നുള്ളത്. അതെ, ഞാൻ സോഷ്യൽ മീഡിയ പറഞ്ഞപ്പോൾ BJP-കാരോ അറസ്റ്റുകാരോ ആരും തന്നെ പാലത്തായി പത്മരാജന് പരോളിന് അർഹതയുണ്ട്, പരോൾ നീട്ടി നൽകേണ്ടതാണെന്ന് ആരും വാദിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള പോസ്റ്റുകളിലൊക്കെ പ്രമോദ് രാമൻ കള്ളം പറയുന്നു. ഞാൻ കണ്ടൊരു പോസ്റ്റാണ്. അതായത് പ്രമോദ് രാമൻ നുണ പറയുന്നു, എമർജൻസി ലീവാണ് കൊടുത്തത്, അതിനെ ഇവർ മീഡിയ വൺ വളച്ചൊടിച്ച് വാർത്ത ചെയ്തിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. 2014 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ജയിൽ ചട്ടങ്ങൾ ഭേദഗതിയായിരുന്നു. ജയിൽ ചട്ട ഭേദഗതിയിൽ അധ്യായം 30 ഇത് പരോളിനെ പറ്റിയാണ്, അവധിയെപ്പറ്റി പറയുന്ന ഒരു കാര്യമാണ്. വിവിധ അവധികൾ, തടവുകാർക്ക് 2 തരം അവധികളാണുള്ളത്, സാധാരണവും അടിയന്തരവും. അപ്പോൾ അടിയന്തര അവധിയിലാണ് പത്മരാജൻ പുറത്തിറങ്ങുന്നത്. ഫെബ്രുവരി 3-ാം തീയതി അദ്ദേഹത്തിൻ്റെ സഹോദരി മരിച്ചുപോയി. അപ്പോൾ ഇതിൽ സാധാരണ അവധി താഴെ വ്യക്തമാക്കിയിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി അനുവദിക്കേണ്ടതാണ്. 1 വർഷവും അതിലധികവും കാലത്തേക്ക് ശിക്ഷ വിധിക്കപ്പെട്ട സൽസ്വഭാവികളായ തടവുകാർക്ക് ആകെ ശിക്ഷയുടെ 1/3 ഭാഗമോ അല്ലെങ്കിൽ 2 വർഷമോ ഏതാണോ കുറവ് അത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവപര്യന്തം തടവാണ്. ഇതിന് ജീവപര്യന്തം തടവിൻ്റെ 2 വർഷം അദ്ദേഹം പൂർത്തിയാക്കിയിട്ടില്ല, ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ സഹോദരി മരിച്ചതിൽ അദ്ദേഹത്തിന് അടിയന്തരമായി എമർജൻസി ലീവ് കൊടുക്കാവുന്നതാണ്, അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏത് ചട്ടം വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ഈ പരോൾ അനുവദിച്ചെന്നുള്ളതാണ്. പരോൾ നീട്ടി നൽകിയിരിക്കുകയാണ്. ഈ മാർച്ച് 3-ാം തീയതിയാണ് അദ്ദേഹം തിരിച്ച് ജയിലിലേക്ക് പോവുക. അപ്പോൾ സ്വാഭാവികമായും ഈ ജയിൽ ചട്ടങ്ങളിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കൊലപാതകം, ബലാത്സംഗം, പോക്സോ കേസുകൾ, ഇങ്ങനെയുള്ള കേസുകളിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കാനേ പാടില്ല. ഇത്തരത്തിലുള്ള പരോളെ അനുവദിക്കാൻ പറ്റില്ല, അവർ പുറത്തിറക്കാൻ പാടില്ല എന്നുള്ളതാണ് പരോൾ അനുവദിക്കുമ്പോൾ. കാരണം അല്ലെങ്കിൽ പിന്നെ അസാധാരണമായ സാഹചര്യത്തിൽ ജയിൽ അഡ്വൈസറി ബോർഡൊക്കെ കൂടി ചേർന്ന് ശുപാർശ ചെയ്തിട്ടാണ് ഇത്തരം ആളുകളെ പുറത്തേക്ക് വിടേണ്ടത്. സാധാരണ രീതിയിൽ അവർക്ക് അത്തരത്തിലുള്ള സാധാരണ പരോൾ ലഭ്യമല്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ജയിൽ ശിക്ഷ അനുഭവിച്ച് മാസങ്ങളായിട്ടുള്ളൂ അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്, സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രത്യേക താല്പര്യം പത്മരാജനുണ്ടായിട്ടുണ്ട്. ആ താല്പര്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഏത് താല്പര്യപ്രകാരമാണ് അദ്ദേഹത്തിന് പരോൾ അദ്ദേഹത്തിൻ്റെ പരോൾ അവധി നീട്ടിക്കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് അതിൻ്റെ താല്പര്യം? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പാലത്തായി കേസിൽ തനിക്കെതിരായിട്ടുള്ള ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതി പോയിട്ടുണ്ട്. ആ കേസ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ശിക്ഷാവിധി റദ്ദാക്കണമെന്നുള്ള വാദം ഉന്നയിക്കാൻ വേണ്ടി ആണോ ഇദ്ദേഹത്തെ പുറത്തിറക്കി നിർത്തുന്നത്? അതായത് അദ്ദേഹത്തിൻ്റെ കേസ് നടത്താൻ വേണ്ടിയാണോ പ്രതിയെ പുറത്തിറക്കി ഇടുന്നത്? അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയണം, ആഭ്യന്തര വകുപ്പ് പറയണം. മറ്റെന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തിനെ പുറത്തിറക്കി വിടേണ്ടത്? അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വല്ലതും ആണോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണോ? അദ്ദേഹം രാഷ്ട്രീയ നേതാവ് കൂടിയാണ്, BJP-യുടെ നേതാവ് കൂടിയാണ്. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകണം, അസംബ്ലി ഇലക്ഷൻ. അപ്പോൾ അദ്ദേഹം ഉൾക്കൊള്ളുന്ന കൂത്തുപറമ്പ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനുണ്ടോ? അതല്ല വളരെ അനിവാര്യമായ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ സാഹചര്യങ്ങളുണ്ടോ? ഇത് നോക്കുമ്പോൾ ഇത് അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. അദ്ദേഹം പുറത്തിറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല എന്നത് ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പാലത്തായി കേസ് എങ്ങനെയാണ് സാമൂഹിക നീതി വകുപ്പും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നുള്ള വിശദമായി ഔട്ട് ഓഫ് ഫോക്കസിലോ അല്ലാതെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ വിധിപ്രസ്താവത്തിൽ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു സിസ്റ്റം, ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. എങ്ങനെയാണ് ആ അതിജീവിതയായ പെൺകുട്ടിയെ ഒരു ഭരണകൂടം പീഡിപ്പിച്ചത്. അതായത് ഒരു പീഡനം കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരിൽ എങ്ങനെയാണ് ഒരു വിക്ടിമിനെ പീഡിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോഴും ഭരണകൂടത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല. ഭരണകൂടം അതിൽ നാണം കെടുകയോ അല്ലെങ്കിൽ ഭരണകൂടം അതിൽ മാപ്പ് പറയുകയോ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, ആ കൗൺസിലർമാരെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുക, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിരന്തരം വാർത്തകൾ വന്നപ്പോൾ അവർ സസ്പെൻഡ് ചെയ്തെന്നൊരു വാർത്ത വന്നു. ആരെ സസ്പെൻഡ് ചെയ്തെന്ന് നമുക്കറിയില്ല, അവരെവിടെയാണ് ഡ്യൂട്ടി എന്നറിയില്ല, അത് ആർക്കും അറിയില്ല. അവർ ഇപ്പോഴും എന്താണ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൻ്റെ കീഴിൽ കൗൺസിലർമാരെ തുടരുന്നുണ്ടോ ഇല്ലേ എന്നറിയില്ല. ഏതൊക്കെ കൗൺസിലർമാർക്കെതിരാണ് നടപടി പോലും അറിയില്ല. അതായത് പത്മരാജൻ എന്ന പ്രതിക്ക് വേണ്ടി
ഭരണകൂടം ഒരു ഫേവർ ചെയ്തു എന്നുള്ളത് LDF സർക്കാരിനെ സംബന്ധിച്ചൊരു നാണക്കേടെയല്ല. അതിലവർ മോശം വിചാരിക്കുന്നില്ല. പകരം പത്മരാജനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന മെസ്സേജ് സൊസൈറ്റിയിലേക്ക് പോകാൻ LDF ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എന്ത് ചെയ്യുന്നത്, അത് അയാൾക്ക് പോകണ്ടേ, അത് ലീവ് പെർമിഷനല്ലേ, അത് നിയമപരമല്ലേ. 2014 ചട്ടം പോലും വായിച്ചു നോക്കാതെയാണ് ഈ വാദിക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയിലേക്ക് ഭരണകൂടം പോകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ഇതാണ്: ഭരണകൂടം പപ്പനോടൊപ്പമാണ്, അതിജീവിതയോടൊപ്പമല്ല. ഇത് ഒരൊറ്റപ്പെട്ട കേസേ അല്ല. ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെയും ഈ സമൂഹത്തോടുള്ള ദ്രോഹങ്ങളിൽ പലതരം ദ്രോഹങ്ങളുണ്ട്, പലതരം പ്രശ്നങ്ങളുണ്ട്. എന്നൊരു സർക്കാർ മൊത്തം മോശമാണെന്ന അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. കേരള സമൂഹത്തോട് ചെയ്തിട്ടുള്ള പിണറായി വിജയൻ സർക്കാരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതലുകളിൽ നിന്നാണ് പോക്സോ കേസുകളിലും സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളിലും പ്രതികളോടൊപ്പം നിന്ന് ഇരകളെ വേട്ടയാടുക എന്നുള്ളത്. അത് ഹൈ പ്രൊഫൈൽ കേസായിട്ടുള്ള നടി ആക്രമിക്കപ്പെട്ട കേസ് മുതൽ പാലത്തായി കേസ് മുതൽ വാളയാർ കേസ് മുതൽ എല്ലാ കേസുകളിലും ഇത് ഒരേ പാറ്റേൺ കാണാം. ഇനി ഈ 10 വർഷത്തിനിടയിൽ പോക്സോ കേസുകളിലും സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിലും ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, കൺവിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ട് ഞാൻ പറയുന്നു അത് ആരായിരിക്കും? അത് ഏറ്റവും പ്രിവിലേജ് കുറഞ്ഞ പ്രതികളായിരിക്കും. സോഷ്യൽ പ്രിവിലേജ് കുറഞ്ഞ, എക്കണോമിക് പ്രിവിലേജ് കുറഞ്ഞ, ഏറ്റവും സ്വാധീനം കുറഞ്ഞ പ്രതികൾ മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. അതല്ലാത്തൊരു കേസ്, അത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലായാലും, അത് ദിലീപ് ആയാലും, അത് പാലത്തായി പപ്പനായാലും, വാളയാർ കേസിലെ പെൺകുട്ടികളുടെ പീഡിപ്പിച്ച ആ പ്രതികളായാലും, എണ്ണിയാലൊടുങ്ങാത്ത ഈ 10 വർഷത്തെ എണ്ണിയാലൊടുങ്ങാത്ത കുഞ്ഞുങ്ങളുടെ വിലാപം, അത് ബധിരകരണങ്ങളിൽ പേറിയാണ് ഈ സർക്കാർ ഇറങ്ങാൻ പോകുന്നത്. ഈ സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് ഹർഷിനയുടെ ശാപം എന്ന് പറഞ്ഞ പോലെ, ഈ സർക്കാരിന് വേട്ടയാടാൻ പോകുന്ന ഏറ്റവും വലിയ ശാപം ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഉപദ്രവിക്കപ്പെട്ട സ്ത്രീകളുടെയും ആയിരിക്കും. അതിൽ ആക്രമിക്കപ്പെട്ട നടി മുതൽ ആഷ അച്ചി ജോസഫ് എന്ന് പറഞ്ഞ് ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആൾ വരെയുണ്ട്. ആ ലിസ്റ്റിൽ കോൺഗ്രസ്സുകാർ മുതൽ CPM-കാർ വരെയുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഏത് രാഷ്ട്രീയ ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളതല്ല, എത്ര പ്രിവിലേജ് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, ഈ ഭരണകൂടത്തിന് സംരക്ഷണം ഉണ്ടായിരുന്നില്ല. ഇവർക്കാകെ ഉണ്ടായിരുന്ന ഒന്ന് എന്ന് പറയുന്നത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പം എന്ന ടാഗ് ലൈൻ മാത്രമായിരുന്നു. യെസ് ദാവ് സർ, ഈ രണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇത്തരത്തിൽ പരോൾ കൊടുത്തതിൽ ഭയങ്കര വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് TP കേസിൻ്റെ കാര്യത്തിലാകട്ടെ, ഇപ്പോൾ പെരിയ കേസാകട്ടെ, ഏറ്റവും ഒടുവിൽ തലശ്ശേരിയിൽ തന്നെയുള്ള പയ്യന്നൂരിൽ പോലീസിന് ബോംബറിന് കേസിൽ ശിക്ഷിക്കപ്പെട്ട DFI നേതാവ് നിഷാദ്. നിഷാദിൻ്റെയാണ് ഇതിൻ്റെ കൗൺസിലറായി മത്സരിച്ച് വിജയിച്ച, ജയിലിൽ കിടന്നപ്പോൾ മത്സരിച്ച്. അദ്ദേഹത്തിന് 85 ദിവസത്തിനിടെ 32 ദിവസം 4 പരോളിലായിട്ട് പുറത്തായിരുന്നു. തുടർച്ചയായിട്ട് ഇത്തരം പരോൾ കൊടുക്കുന്ന സംഭവങ്ങൾ വിവാദമായിട്ടും ഇപ്പോൾ ഒരു കേസിലൊരു BJP നേതാവ് കൂടിയിട്ടാണ്. അതിലും വീണ്ടും ഇതേകണക്കൊരു പരോൾ ആവർത്തിക്കപ്പെടുന്നു. ഇതിലിപ്പോൾ സിഗേഷ് ആദ്യം പറഞ്ഞ പരോൾ ആഘോഷങ്ങളുണ്ടല്ലോ, അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞതെല്ലാം പാർട്ടി പ്രവർത്തകരാണ്. പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടി സഖാക്കളെ സംരക്ഷിക്കുക, പാർട്ടിയുടെ പോരാളികളെ സംരക്ഷിക്കുക എന്നുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് നിയമത്തിൻ്റെ എന്തെല്ലാം പഴുതുകളുണ്ടോ ആ പഴുതുകൾ ഉപയോഗിച്ച് വ്യാപകമായി പരോൾ കൊടുക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും കണ്ടുവരുന്നതാണ്. അതിൻ്റെ പരമാവധി കാണണമെങ്കിൽ TP കേസ് പ്രതികളുടെ കാര്യം എടുത്ത് നോക്കിയാൽ മതി. TP കേസ് പ്രതികൾ അവർ ജയിലിനകത്തിരുന്നതിനേക്കാൾ കൂടുതൽ ജയിലിന് പുറത്താണ് ഉണ്ടായിട്ടുള്ളത്. ജയിലിന് പുറത്ത് വരിക, വലിയ ആഘോഷങ്ങളിൽ പങ്കാളികളാവുക, റീൽസ് എടുക്കുക, പാർട്ടി സ്പീക്കർ തന്നെ അതിൻ്റെ ആ പാർട്ടിയുടെ ഭാഗമാകുക, ഇതൊക്കെ ഇത്രയും വിചിത്രമായുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് പാർട്ടിയുടെ പോരാളികളാണ്, അവരെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ സംരക്ഷണത്തിൽ പാർട്ടി നൽകുന്ന കരുതലിൽ എന്തെങ്കിലും ചെറിയൊരു വീഴ്ച ഉണ്ടായി എന്ന് അവർക്ക് തോന്നുകയും അവർ വല്ലതും വിളിച്ചു പറയുകയും തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ചില്ലറയായിരിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഈ പാർട്ടി പോരാളികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുക. കുലംകുത്തികളെ കുത്തി വീഴ്ത്തുന്ന മഹാന്മാരായുള്ള വിപ്ലവകാരികളാണ് അവരെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് പാർട്ടിയുടെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിരന്തരം നിർഭയം ഇതിങ്ങനെ തികഞ്ഞ ജാഗ്രതയോടുകൂടി അവരെ പരിപാലിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം ജയിൽ വകുപ്പ്, ഭരണകൂടം, CPM നിർവഹിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അത് TP കേസിലെ പ്രതികളുടെ കാര്യത്തിലുണ്ട്, പയ്യന്നൂർ കേസിലെ പ്രതികളുടെ കാര്യത്തിലുണ്ട്, പെരിയ കേസിലെ പ്രതികളുടെ കാര്യത്തിലുണ്ട്, എല്ലാവരുടെ കാര്യത്തിലും അതിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ പാലത്തായിൽ എന്ന് പറഞ്ഞാൽ അത് പാർട്ടി പ്രവർത്തകനല്ല, അദ്ദേഹം BJPയുടെ അവിടുത്തെ പ്രാദേശിക നേതാവാണ്. പക്ഷേ ആ കേസിൽ ആ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പോലീസും ഭരണകൂട സംവിധാനങ്ങളാകെയും എത്രയധികം ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിച്ചതെന്ന് നമ്മൾ പലവട്ടം ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ കോടതി വിധിയും അതിനെ സാധൂകരിക്കുകയാണ് ചെയ്തത്.
എത്രത്തോളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM പരിവാറിനകത്ത് ഏറ്റവും ആദർശവൽക്കരിക്കപ്പെട്ട ബിംബവൽക്കരിക്കപ്പെട്ട ഒരു പ്രതീകമാണ് KK ശൈലജ എന്ന് പറയുന്ന. അന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കൂടെയായിരുന്നു അവർ. അവരുടെ മണ്ഡലത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ ഈ പ്രതിക്ക് കവചമൊരുക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള ഇടപെടൽ, നന്നച്ചുരി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള ഇടപെടൽ, അതിനകത്ത് മന്ത്രി എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അവർ വരുത്തിയുള്ള വീഴ്ച, ആ വീഴ്ചയെ കോടതി വിധിയിൽ തന്നെ രേഖാമൂലം എഴുതി വെച്ചത്, ഇതെല്ലാം പുറത്തു വന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഇത് വിവാദമായപ്പോൾ ഈ മനുഷ്യനെ കോടതി ശിക്ഷിച്ചപ്പോൾ CPM എടുത്തിട്ട് കാർഡ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? വർഗീയതയുടെ കാർഡാണ്. അവിടുത്തെ പാനൂർ ഏരിയ സെക്രട്ടറി എന്താണ് പ്രസംഗിച്ചത്? ഇത് പ്രതി ഹിന്ദുവായതുകൊണ്ടാണ്. ആണോ നിങ്ങൾക്ക് ഈ ആവേശം എന്നും മൈക്ക് കെട്ടി പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ആരാണ്? CPMൻ്റെ ഏരിയ സെക്രട്ടറി ഹരീന്ദ്രൻ സഖാവാണ്. ഇത്രയും നാണം കെട്ട രീതിയിൽ ഈ പോക്സോ കേസിലെ BJP-കാരനായ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി, ഭരണകൂടം, പോലീസ്, സാമൂഹ്യ സുരക്ഷാ വകുപ്പ്, അതിലെ കൗൺസിലർമാർ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും ഗംഭീരമായ ഉദാഹരണമാണ് പാലത്തായി കേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം മറികടന്നിട്ട് CPM-ഉം ഭരണകൂടവും RSS-ഉം എല്ലാം ഒരുക്കിയ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും രക്ഷാകവചങ്ങളെയും മറികടന്ന് ആ കേസ് വിജയിക്കുകയും പ്രതി ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? പ്രതി വളരെ എളുപ്പം പുറത്തേക്ക് വരികയാണ്. അത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 1-2 ദിവസത്തെ ഈ അവരുപയോഗിക്കുന്ന വാക്ക് ലീവ് എടുക്കാൻ, എമർജൻസി ലീവിന് അവർക്ക് അദ്ദേഹത്തിന് അവകാശം ഉണ്ടെന്ന് വെക്കുക. ഓക്കെ ഫൈൻ, മനസ്സിലാക്കാം. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ അർത്ഥം എന്താണ്? അതിനെന്താ അവകാശമുള്ളത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പാലത്തായി ക്യാപ്സ്യൂളായിട്ട് വരുന്ന കാര്യം എന്താണ്? മീഡിയ വൺ കള്ളം പറയുന്നു. ഇത് തന്നെയാണ് നേരത്തെ കോടതി വിധിയുടെ സമയത്ത് കോടതി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുടെ വീഴ്ചയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച കാര്യം അപ്പടി വാർത്തയാക്കിയതിൻ്റെ പേരിൽ മീഡിയ വണ്ണെതിരെ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണം നടത്തുകയാണ് CPM-ൻ്റെ ഹാൻഡിലുകൾ ചെയ്തത്. ഇന്നെന്താണ് നടക്കുന്നത്? മീഡിയ വൺ കള്ളം പറയുന്നു. എന്താ കള്ളം എന്നറിയോ? അത് പരോളല്ല, സ്പെഷ്യൽ ലീവാണ്. എൻ്റെ ഹർഷിനയുടെ വയറ്റിൽ നിന്ന് കത്രി കിട്ടിയപ്പോൾ അത് നമ്മൾ വാർത്ത ചെയ്തപ്പം ഇതേ ക്യാപ്സ്യൂളാണ് വിതരണം ചെയ്തത്. അത് കത്രികയല്ല, ഫോർസെപ്സാണ്. ഈ ജാതി ഊളത്തരം ഇതാണ് ഇവരുടെ സംസ്ഥാന തലത്തിൽ വലിയ സംവിധാനങ്ങളോടുകൂടി സൈബർ സെല്ല് പ്രവർത്തിക്കുന്നു, മഹാന്മാരായുള്ള പത്രപ്രവർത്തകർ അതിന് നേതൃത്വം കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് ഈ ജാതി ക്യാപ്സ്യൂളുകളാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ഇത് പരോളല്ല. മീഡിയ വൺ കള്ളം പറയുകയാണ്. പരോളല്ല, സ്പെഷ്യൽ ലീവ്, എമർജൻസി ലീവാണ്. എന്ത് കുന്തം ആകട്ടെ. ഈ ശിശു പീഡകൻ ഇപ്പോൾ പുറത്ത് കിടക്കുകയാണ്, ജയിലിന് പുറത്ത് കിടക്കുകയാണ്. CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഒരു ശിശു പീഡകനായുള്ള BJP നേതാവ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളൊരു BJP നേതാവ് പുറത്ത് കിടക്കുകയാണ്. അത് നിങ്ങൾ സ്പെഷ്യൽ ലീവെന്നോ പരോളെന്നോ വേറെ എന്ത് കുന്തമെന്ന് വിളിക്കൂ. പക്ഷേ ഹീസ് ഔട്ട് നൗ. ഇതിന് മറുപടി പറയണം. പക്ഷേ ഈ ചോദ്യങ്ങളോട് മറുപടി പറയാൻ പറ്റാതിരിക്കുകയും ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ സ്ഥാപനത്തെ ആക്രമിക്കുക, വർഗീയത പറഞ്ഞു വരുത്തുക, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മാരകമായി നിൽക്കുന്നൊരു ഏരിയ എവിടെയാണെന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പുമായി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. അത് തന്നെയാണ് ഇതിനകത്തും കാണാൻ പറ്റുന്നത്. ഈ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുന്നു. അവസാനം അങ്ങേര് ജയിലിലെത്തിയതിന് ശേഷവും രക്ഷാകവചം ഒരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിന്നൊരു വാർത്ത കണ്ടില്ലേ? കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം വിദ്വേഷജനകമായ പ്രസ്താവന നടത്തിയ ആകാശവാണിയിലൊരു ഉദ്യോഗസ്ഥ, KR ഇന്ദിര എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടുള്ള വിപിൻ ദാസ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിലൊരു സാമൂഹ്യ പ്രവർത്തകൻ. ആക്ച്വലി ഈ KR ഇന്ദിരക്കെതിരെ കേസെടുക്കാൻ ആരെങ്കിലും പരാതി കൊടുക്കേണ്ട കാര്യമില്ല. പോലീസിന് സ്വമേധയാ നിയമ സംവിധാനത്തിൽ വിശ്വാസമുള്ള ഒരു പോലീസാണെങ്കിൽ, നിയമം പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസാണ്, സ്വമേധയാ കേസെടുക്കാൻ വിധത്തിൽ മാരകമായ വിഷപ്രയോഗം നടത്തിയുള്ള ഒരു സ്ത്രീയാണവർ. വെള്ളത്തിൽ വിഷം കലർത്തി ഇവന്മാരെ കൈകാര്യം ചെയ്യണം എന്നെഴുതിയ ആളാണ്. ആ സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുക്കുന്നു, നിരന്തരം അത് ഫോളോ ചെയ്യുന്നു. ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷേ ഈ പരാതി കൊടുത്ത ഈ വിപിൻ ദാസ് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനെ അവൻ്റെ പിറകെ കൂടി വേട്ടയാടുകയാണ് പോലീസ്. ഇപ്പോൾ ആ മനുഷ്യൻ ഹൈക്കോടതിയിൽ പോകാൻ പോവുകയാണ്. എനിക്ക് സംരക്ഷണം ഒരുക്കണം, പോലീസിൻ്റെ വേട്ടയിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകണം, എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മനുഷ്യൻ ഹൈക്കോടതിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് സംഭവിക്കുന്നത്?
വിദ്വേഷ പ്രചാരകർക്ക് നടപടി എടുക്കുന്നത് പോട്ടെ, നിങ്ങൾ അവർക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കിക്കോളൂ. പക്ഷേ വിദ്വേഷ പ്രചാരകർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനെ നിങ്ങളുടെ പോലീസ് പറകെ കൂടി വേട്ടയാടുകയാണ്. നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? ആർക്കാണ് കവചമൊരുക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ന്യൂനപക്ഷ സ്നേഹം അല്ലെങ്കിൽ വിദ്വേഷത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് ബടായി വിട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? അതും ഓരോ ദിവസവും പൊളിഞ്ഞു വീഴുന്നതിൻ്റെ ഉദാഹരണങ്ങളിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് പപ്പൻ ഇപ്പോൾ പുറത്ത് കിടക്കുന്നത്. അതെ, ഈ പാലത്തായി കേസിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ പത്മരാജനെ പരോൾ കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വാദിക്കാൻ രംഗത്ത് വരുന്നത് BJP ഹാൻഡിലുകളല്ല, അത് ഇടതുപക്ഷത്തു നിന്നുള്ള സൈബർ കൂട്ടങ്ങളാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.